പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങുന്നതുപോലെ അല്ലെങ്കിൽ ഒരു കന്നുകാലിയെ വിലപേശി വാങ്ങുന്നതുപോലെ മനുഷ്യരെയും വാങ്ങിയിരുന്ന ഒരു കാലത്തെക്കുറിച്ച്? അത് കേവലം ഒരു പ്രാകൃത കാലഘട്ടത്തിന്റെ കഥയല്ല, മറിച്ച് നിയമപുസ്തകങ്ങളിൽ കൃത്യമായ ചട്ടക്കൂടുകളോടെ എഴുതിവയ്ക്കപ്പെട്ട ഒന്നാണെങ്കിലോ? എല്ലാവർക്കും ദീനിന്റെ സദസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മധ്യകാലഘട്ടം മുതൽ ഇന്നും പഠനവിഷയമായി തുടരുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ഒരു പ്രധാന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഫതുഹുൽ മുഈൻ. കേരളത്തിലെയും ലോകത്തിലെയും പണ്ഡിതർക്കിടയിൽ ആധികാരികമെന്ന് കരുതപ്പെടുന്ന ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ രചിച്ച ഗ്രന്ഥം. ഈ പുസ്തകത്തിൽ മനുഷ്യനെ വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കേൾക്കുമ്പോൾ അല്പം കൗതുകവും ഒരുപക്ഷെ അസ്വസ്ഥതയും തോന്നിയേക്കാം. എന്നാൽ ഇത് യുക്തിവാദികളുടെയോ നിരീശ്വരവാദികളുടെയോ എഴുത്തല്ല, മറിച്ച് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെപ്പോലെയുള്ള സമുന്നതരായ പണ്ഡിതർ ക്രോഡീകരിച്ച ഇസ്ലാമിക നിയമസംഹിതയാണ്. നമ്മളിന്ന് ഈ ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയിലൂടെ അതിൽ പറയുന്ന ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു കച്ചവടത്തിലും വാങ്ങുന്ന വസ്തുവിന് ന്യൂനതകളുണ്ടെങ്കിൽ അത് തിരിച്ചുകൊടുക്കാൻ നിയമമുണ്ട്. ഫതുഹുൽ മുഈനിൽ ഖിയാറുൽ ഐബ് എന്നൊരധ്യായമുണ്ട്. അതായത്, ഒരു വസ്തു വാങ്ങിയ ശേഷം അതിൽ പഴയതായ എന്തെങ്കിലും തകരാറുകൾ കണ്ടാൽ അത് തിരിച്ചേൽപ്പിക്കാനുള്ള അവകാശം. ഇവിടെയാണ് ക്രൂരമായ ഒരു താരതമ്യം കടന്നുവരുന്നത്. പശുവിനെയോ ആടിനെയോ പോലെ ഒരു അടിമയെ വാങ്ങുമ്പോൾ അവരിലെ ന്യൂനതകൾ എന്തൊക്കെയാണെന്ന് ഈ പുസ്തകം അക്കമിട്ട് നിരത്തുന്നു. ഒരു സ്ത്രീയെ അടിമയായി വാങ്ങുമ്പോൾ അവൾ വിവാഹിതയാണെങ്കിൽ അതൊരു ന്യൂനതയാണ്. അവളുടെ ശരീരത്തിൽ വിട്ടുമാറാത്ത രക്തസ്രാവമുണ്ടെങ്കിൽ അത് വില കുറയ്ക്കാനുള്ള കാരണമാണ്. എത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായാണ് ഇവിടെ ഒരു മനുഷ്യ ശരീരത്തെ ഒരു ഉൽപ്പന്നമായി മാത്രം കാണുന്നത് എന്ന് നോക്കൂ. അവിടെയും തീരുന്നില്ല കാര്യങ്ങൾ. അടിമകൾക്ക് ചില സ്വഭാവദൂഷ്യങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മോഷണം, വ്യഭിചാരം അല്ലെങ്കിൽ യജമാനന്റെ അടുത്തുനിന്ന് ഒളിച്ചോടാനുള്ള പ്രവണത, ഇതൊക്കെ ആ വസ്തുവിന്റെ മൂല്യം കുറയ്ക്കുന്ന ന്യൂനതകളാണ്. അവർ ഒരിക്കൽ മാത്രം ചെയ്ത തെറ്റാണെങ്കിലും അതിൽ പശ്ചാത്തപിച്ചവരാണെങ്കിലും കച്ചവടക്കണ്ണിൽ അതൊരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ കേടുവന്ന ഉൽപ്പന്നം പോലെയാണ്. ഇനി കുട്ടികളുടെ കാര്യം നോക്കിയാൽ നമ്മൾ കൂടുതൽ അമ്പരക്കും. 7 വയസ്സായിട്ടും വിരിപ്പിൽ മൂത്രമൊഴിക്കുന്ന ശീലമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ചന്തയിൽ വില കുറവാണ്. ചിന്തിച്ചു നോക്കൂ, 7 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കച്ചവടത്തിന് വെക്കുന്നതും അവന്റെ ശാരീരിക അവസ്ഥയെ വിൽപ്പനയിലെ ഒരു ലാഭനഷ്ട കണക്കായി കാണുന്നതും എത്ര ഭീകരമാണ്. ശരീരഗന്ധം പോലും ഇവിടെ വില നിശ്ചയിക്കുന്ന ഘടകമാണ്. കഠിനമായ വായ്നാറ്റമോ കക്ഷിനാറ്റമോ ഉള്ള അടിമയെ തിരിച്ചുകൊടുക്കാം. അനാവശ്യമായി സംസാരിക്കുന്നവർ, കള്ളം പറയുന്നവർ, മണ്ണ് തിന്നുന്ന സ്വഭാവമുള്ളവർ, ഇവരെയൊക്കെ ന്യൂനതയുള്ള അടിമകളുടെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവരും അതിൽ ഖേദിക്കാത്തവരുമാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത് ഒരാൾ മുസ്ലിമായിക്കഴിഞ്ഞാൽ അടിമത്തത്തിൽ നിന്ന് മോചിതനാകും എന്നാണ്. എന്നാൽ ഇവിടെ മുസ്ലിം അടിമയെക്കുറിച്ചാണ് പരാമർശമെന്ന് വ്യക്തം. അതായത്, മതം മാറിയാലും അയാളുടെ കഴുത്തിലെ അടിമച്ചങ്ങല അഴിഞ്ഞുവീഴുന്നില്ല. ഇതിനെയെല്ലാം മൃഗങ്ങളുടെ ന്യൂനതകളുമായി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നിയമസംഹിതയുടെ യഥാർത്ഥ മുഖം തെളിയുന്നത്. മൃഗങ്ങൾ കടിക്കുന്നതോ കുത്തുന്നതോ ആയ സ്വഭാവമുണ്ടെങ്കിൽ അത് ന്യൂനതയാണ്. അതേപോലെ തന്നെയാണ് അടിമകൾ കാണിക്കുന്ന അനുസരണക്കേടും. എന്നാൽ ഗർഭത്തിന്റെ കാര്യത്തിലൊരു വിരോധാഭാസമുണ്ട്. ഒരു മൃഗം ഗർഭിണിയാണെങ്കിൽ അത് വാങ്ങുന്നവന് ലാഭമാണ്, കാരണം അയാൾക്ക് കുഞ്ഞുകൂടി ലഭിക്കുന്നു. എന്നാൽ അടിമസ്ത്രീ ഗർഭിണിയാണെങ്കിൽ അതൊരു ന്യൂനതയാണ്. എന്തുകൊണ്ടായിരിക്കും അത്? വാങ്ങിയ ഉടനെ യജമാനന് അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടോ, അതോ പ്രസവകാലത്ത് അവൾക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ നിയമങ്ങൾ എഴുതിവെച്ചവരുടെ ചിന്താഗതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത്രയേറെ ആഴത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ചില പണ്ഡിതർ പറയുന്നത് നാളെ ഇസ്ലാമിക ഭരണം വന്നാൽ അടിമവ്യവസ്ഥ തിരിച്ചുവരുമെന്നും അന്ന് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഇതിപ്പോഴും സജീവമായി നിലനിർത്തുന്നത് എന്നുമാണ്. എത്ര വലിയ വിരോധാഭാസമാണിത്! മനുഷ്യൻ ചൊവ്വയിലേക്ക് ചേക്കേറാൻ ആലോചിക്കുന്ന ഈ കാലത്തും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഈ ക്രൂരമായ നിയമങ്ങൾ ആധികാരിക ഗ്രന്ഥങ്ങളായി ഇന്നും മദ്രസകളിലും ദർസുകളിലും പഠിപ്പിക്കപ്പെടുന്നു. ഒരു വശത്ത് അടിമകൾക്ക് വസ്ത്രം നൽകി, ഭക്ഷണം നൽകി എന്നൊക്കെ പറഞ്ഞ് ഈ വ്യവസ്ഥയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ, മറുവശത്ത് അടിമസ്ത്രീയുടെ മുലകളുടെ വലിപ്പ വ്യത്യാസം പോലും വില കുറയ്ക്കാനുള്ള കാരണമായി പഠിപ്പിക്കുന്നു. സ്ത്രീയുടെ യോനിയിൽ മാംസം തിങ്ങിയ അവസ്ഥയോ 20 വയസ്സായിട്ടും ആർത്തവം തുടങ്ങാത്തതോ ആയ കാര്യങ്ങൾ പരിശോധിച്ചു വേണം കച്ചവടം ഉറപ്പിക്കാൻ എന്നു പറയുന്നിടത്ത് എവിടെയാണ് മനുഷ്യത്വം? മൃഗങ്ങളുടെ അകിട് വീർപ്പിച്ചു കാണിക്കുന്നത് വഞ്ചനയാണെന്ന് പറയുന്ന അതേ ശ്വാസത്തിൽ തന്നെയാണ് അടിമസ്ത്രീയുടെ മുടിജട പിടിപ്പിച്ചു കാണിക്കുന്നതും വഞ്ചനയാണെന്ന് പറയുന്നത്. അതായത്, ഒരു കച്ചവടക്കാരൻ തന്റെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി വ്യാജമായി കാണിക്കാൻ ശ്രമിക്കരുത് എന്ന സാമ്പത്തിക തത്വം മാത്രം. അവിടെ മനുഷ്യന്റെ അന്തസ്സോ അവകാശങ്ങളോ ചർച്ചയാകുന്നതേയില്ല. സുഹൃത്തുക്കളെ, ഇത് കേവലം പഴയ കഥയല്ല. ഇത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ മാറ്റമില്ലാതെ തുടരുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ്. പച്ചമലയാളത്തിൽ അച്ചടിച്ചു വിൽക്കുന്ന ഈ പുസ്തകം നമുക്ക് മുന്നിൽ തുറന്നുവെക്കുന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നീതിയുടെ വിചിത്രമായ ചില കാഴ്ചകളാണ്.
അടിമത്തത്തെ ഘട്ടംഘട്ടമായി നിരോധിച്ച മതമാണ് എന്നവകാശപ്പെടുമ്പോഴും എങ്ങനെ വിൽക്കണം, എങ്ങനെ വാങ്ങണം, എവിടെയൊക്കെ തൊട്ടും നോക്കിയും ന്യൂനതകൾ കണ്ടെത്തണം എന്ന് വിശദീകരിക്കുന്ന നിയമങ്ങൾ ഇന്നും ആധികാരികമായി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്.